മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സൃഷ്ടാവായ പടച്ചവനെ ആരാണോ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീടുകളിൽ സമാധാനം നൽകിയവൻ അല്ലാഹു അല്ലയോ, ആ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വീട്. അതിന്റെ ഉദാഹരണം അല്ലാഹുവിനെ ഓർക്കാതിരിക്കുന്ന വീട്, അതിന്റെയും ഉദാഹരണം കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും ശവമായി കിടക്കുന്ന മനുഷ്യനെ പോലെയുമാണത്രേ. അല്ലാഹുവിനെ ഓർക്കുന്ന വീട് ജീവനുള്ള ഒരാളെ പോലെയും, അല്ലാഹുവിനെ ഓർക്കാത്ത വീട് ഒരു ശവമായി കിടക്കുന്ന വീടാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നമുക്കിതിൽ ഏത് വേണം? ശവമായി കിടക്കുന്ന വീട് വേണോ, ജീവിച്ചിരിക്കുന്നത് വേണോ? ജീവിച്ചിരിക്കുന്നത് വേണം, അല്ലേ? ഹയ്യ്, ജീവിച്ചിരിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനെയും പരിപാലിക്കുന്നവനെ അല്ലാഹുവേ. യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഹയ്യായ ജീവനുള്ളതിനെ പോലെ, മരിച്ചതിനെ പോലെയല്ല, ജീവിച്ചിരിക്കുന്നതിനെ പോലെ സജീവമായൊരു വീടായിരിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ പണി അവിടെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടണം. അല്ലാഹുവിനെ പറ്റി ചിന്തകൾ വരണം. അല്ലാഹുവിനെ പറ്റി പറയുന്നത് അവിടെ കേൾക്കണം. അവിടെ ദിക്റുകൾ നടക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ നടക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുകൾ, വീടുകൾ നിസ്കരിക്കൽ വളരെ പുണ്യമാണ്. വീടുകൾ സുന്നത്ത് നിസ്കരിക്കുക, ഫർദിന് പള്ളിയിലേക്ക് പോവുക, സുന്നത്ത് വീടുകളിൽ വലിയ പുണ്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാഹു നമ്മുടെ വീടുകൾ ജീവനുള്ള വീടാക്കി തരട്ടെ. ഈജിപ്തിലേക്ക് മഹാനായ പ്രവാചകൻ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്ന കാലം, സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം. ഹാറൂൻ നബി മൂസ നബിയുടെ ജ്യേഷ്ഠനാണ്, പക്ഷേ ജ്യേഷ്ഠനല്ല. അള്ളാഹു കിതാബ് നൽകിയത് ആർക്കാണ്? മഹാനായ കലീമുല്ലാഹി മൂസ തങ്ങൾക്കാണ് അലൈഹിസ്സലാം. മൂസ നബിയാണ് നബിയും മുർസലുൻ മുകല്ലം. അല്ലാഹുവിനോട് സംസാരിക്കുകയും കലീമുള്ളയായി മാറുകയും വഹി ലഭിക്കുകയും ചെയ്ത, റിസാലത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയും തൗറാത്ത് നൽകുകയും ചെയ്ത സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബിയുടെ ഖബറുണ്ട്. ഫലസ്തീനിലൂടെ അങ്ങനെ യാത്ര പോകുമ്പോ ഫലസ്തീനിൽ നിന്ന് കസീബുൽ അഹ്മർ എന്ന നിബിധങ്ങൾ മിഅ്റാജിന്റെ ഹദീസുകളിൽ പറഞ്ഞ ചുമന്ന കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്നിൻ പുറത്ത് മഹാനായ മൂസ നബിയുടെ ഖബർ ഇന്നും അവിടെയുണ്ട്. ആ ഖബറിന്റെ മുമ്പിലൂടെയാണ് ജോർദാനിലേക്കുള്ള മെയിൻ ഹൈവേ. ജോർദാനിലേക്ക് പോകണമെങ്കിൽ ഡെഡ് സീ സാവുകളിൽ വഴി പോകണം. അത് പോകുമ്പോൾ വലത് ഭാഗത്ത് കാണാം ഇത് അല്ലാഹുവിനോട് സംസാരിച്ച മൂസ നബി കിടന്നുറങ്ങുന്ന സ്ഥലമാണിത്. എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്, വളരെ മനോഹരമാണ്. അല്ലാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. മഹാനായ മൂസ നബിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു വഹി നൽകുകയാണ്. ഈജിപ്തിലേക്ക് വന്നപ്പോ അവിടെ ഫറോവയുടെ ദുർഭരണമായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. മുസ്ലിമീങ്ങളായ ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട കാലം, ആക്രമിക്കപ്പെട്ട കാലം, ടോർച്ചറിങ്ങിന് വിധേയമായ കാലം. വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഹൈനാ ഇലാ മൂസാ إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا. മൂസ നബിയോടും ഹാറൂൻ നബിയോടും നാം വഹി ചെയ്തു. أن تبوأ لقومكما بمصر بيوتا. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സമുദായങ്ങൾക്ക് വേണ്ടി ഈജിപ്തിൽ ചില വീടുകൾ നിർമ്മിക്കണം. ചില വീടുകൾ ഉണ്ടാക്കണം മിസ്റിൽ. എന്തിനാണ് ആ വീടുകൾ? മഹാനായ ഖുർആനിന്റെ മുഫസ്സിർ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ഉമിറു അൻ യത്തഖിദൂഹാ മസാജിദ്. ആ വീടുകൾ പള്ളികളാക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. നോക്കുക ആയത്തിന്റെ ബാക്കി. أن تبوأ لقومكما بمصر بيوتا واجعل بيوتكم قبلة. നിങ്ങൾ വീടുകൾ ഉണ്ടാക്കണം.
ആ വീടുകൾ നിങ്ങൾ ഖിബിലയാക്കണമെന്നും അല്ലാഹു മൂസ നബിയോട് പറഞ്ഞു കൊടുത്തു. ഹാറൂൻ നബിയോട് പറഞ്ഞു, വീടുകൾ ഉണ്ടാക്കണം, ആ വീടുകൾ നിങ്ങൾ ഖിബിലയാക്കണം. എന്താണ് ഖിബിലയാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഉമിറൂ അൻ യത്തഖിദൂഹാ മസാജിദ എന്ന് ആയത്തിനെ വ്യാഖ്യാനിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ വീടുകളെ നിങ്ങൾ പള്ളികളാക്കി നിങ്ങൾ കെട്ടുകയും അവിടെ നിസ്കാരം നടക്കുകയും വേണം. രാജ്യത്ത് മുഴുവൻ കലാപം നടക്കുമ്പോ ആളുകളെ ആളുകളുടെ ആൺമക്കൾ മുഴുവനും കൊന്നെടുക്കുകയും ആൺമക്കൾ മുഴുവനും കൊല്ലുകയും അവരിലെ പെണ്ണുങ്ങൾ മുഴുവനും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത കാലം, പുരുഷന്മാർ വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കാലം, പുറത്തിറങ്ങാൻ പറ്റാത്ത കാലം, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നിങ്ങളുടെ വീടുകൾ ഒരു പള്ളി പോലെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണമെന്ന്, വീടുകളെ ഇബാദത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ കലാപകാലത്ത് മൂസ നബിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു വഹി ചെയ്ത ജനങ്ങളോട് പറയണം, വീടുകളിൽ ഇബാദത്ത് നടക്കട്ടെ. അതാണ് പരിഹാരം.